ഒരുപോലത്തെ ചിന്താഗതിയാണ്. ഓ അങ്ങനെ, അതിനിപ്പോ എന്താ? എടാ, നമുക്ക് അവരെ ഒന്നിപ്പിച്ചാലോന്ന്. ഒരേ ചിന്താഗതിയല്ലേ, ഒരേ ചിന്താഗതിയുള്ള ആൾക്കാർ ഒന്നിക്കണം, നല്ലതല്ലേ? നീ തെളിച്ചു പറ. എടാ പൊട്ട, അതായത് നിന്റെ ചേട്ടനെയും എന്റെ ചേച്ചിനെയും തമ്മിൽ നമുക്ക് കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. അത് ശരിയാവോ? അതെന്താ ശരിയാവാതെ? നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്റെ ചേട്ടൻ. എന്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആള്. എടാ, അവര് നിർബന്ധിച്ച് അവരുടെ സമ്മതം ഇല്ലാണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. പിന്നെ അവർ പരസ്പരം സംസാരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് എന്നിട്ട് മതി, അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. അത് മാത്രല്ല, ചേട്ടനെ ആര് കല്യാണം കഴിക്കുന്നു അയാള് ചേട്ടന്റെ രണ്ടാം ഭാര്യയായിരിക്കും. നിന്റെ ചേട്ടന്റെ കല്യാണം കഴിക്കുന്നതാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടന്റെ ആദ്യ ഭാര്യ എപ്പോഴും ബിസിനസ്സും കമ്പനിയൊക്കെ ആയിരിക്കും. ഓ അങ്ങനെ. നിന്റെ പാവം ചേച്ചിനെ കൊണ്ട് എന്റെ ചേട്ടനെ കെട്ടിക്കണോ? എടാ, എന്റെ ചേച്ചി ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടീനെയും എന്റെ ചേച്ചി നന്നാക്കും. അതുപോലെ നിന്റെ ചേട്ടനെ എന്റെ ചേച്ചി നന്നാക്കിക്കോളും. നന്നാക്കിയാ മതി എനിക്ക്. അവരൊന്നിനും നിർബന്ധിക്കണ്ട. അവർ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ തീരുമാനിക്കട്ടെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ. അല്ല, അവരെങ്ങനെ ഒന്നിപ്പിക്കുന്നു അത് നീ പറ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ആദ്യം ചേച്ചിക്ക് സമ്മതമാണോ എന്നൊക്കെ അറിയണ്ടേ, എന്നിട്ട് പ്ലാൻ ആലോചിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നിന്റെ ചേച്ചി സമ്മതിക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം. എന്റെ ചേച്ചിനെയും നിന്റെ ചേട്ടനെയും ഒന്നിപ്പിക്കാതെ ഈ ജോക്കിനെ ഓർക്കുന്നില്ല. നിന്റെ ചേച്ചിക്ക് സമ്മതമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം പിന്നെ ചേട്ടനോട് സംസാരിക്കാൻ. നീ സംസാരിക്കും നിന്റെ ചേട്ടനോട്. ഞാൻ സംസാരിക്കില്ല, റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മേനെ കൊണ്ട് സംസാരിപ്പിക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. എന്നാ പിന്നെ മോള് പോയി കിടക്കുക. നാളെ ബാക്കിയില്ല, എനിക്കാണ് നല്ല ഉറക്കം. പിന്നെ ഇല്ല, ചേച്ചിനെ പറഞ്ഞ സമ്മതിപ്പിച്ചിട്ടേ ഇന്ന് ഞാൻ ഓർമ്മത്തുള്ളൂ. എന്നാ പിന്നെ നീ സമ്മതമൊക്കെ കിട്ടിയിട്ട് കിടന്നാ മതി. എനിക്ക് എന്തായാലും ഉറക്കമുണ്ട്. ഗുഡ് നൈറ്റ്, ബൈ, ലവ് യു. ഗുഡ് നൈറ്റ്, ലവ് യു. എന്താടി? ഒന്നുമില്ല, ചുമ്മാ ഒന്നുമില്ല. നീ അങ്ങനെ വെറുതെ വരത്തില്ലല്ലോ. വേണേ വിശ്വസിച്ചാ മതി. വിശ്വസിച്ചു. എന്താണ് മുഖത്തൊരു വിഷമം പോലെ? അതൊന്നുമില്ല. എന്തുണ്ടല്ലോ പറ. അച്ഛൻ ഇന്ന് ഞാൻ കല്യാണത്തെ പറ്റി സംസാരിച്ചു, പക്ഷെ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മയും അച്ഛൻ പറയണതിന് കാര്യമുണ്ട്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ. ചേച്ചി, അച്ഛനും അമ്മയും നമുക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ബന്ധമേ ചേച്ചി കൊണ്ടേ തരത്തുള്ളൂ അവര്. അതൊക്കെ എനിക്കറിയാം. പിന്നെന്താ ചേച്ചിയുടെ പ്രശ്നം? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ചേച്ചിയുടെ യെസ് പറഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാവരും ഹാപ്പിയാവും. പ്ലീസ് ഒന്ന് സമ്മതിക്ക് ചേച്ചി. എന്നാ നീ പോയി കിടന്നോ. അപ്പോ കല്യാണം ഇന്ന് തന്നെ വേണോ? ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് പയ്യെ പോരെ?
അപ്പൊ ചേച്ചിക്ക് സമ്മതമാണോ? അച്ഛനോട് അമ്മയോട് പറയണ്ടേ? നാളെ പറയാം. ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ചേച്ചി കിടക്കുന്നില്ലേ? ഇത്ര സമയമായിരുന്നു. കിടക്കണം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൻ സമ്മതിച്ചു. ആ അമ്മേ, ചേച്ചി സമ്മതിച്ചു. ഓ, ദേവന്റെ പ്രാർത്ഥന കേട്ടു. അവക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തല്ലോ. ഞാൻ ബ്രോക്കർ തമ്മിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാനേ മാട്രിമോണി സൈറ്റിൽ ചേച്ചിയുടെ ഫോട്ടോ ഇടാം. ഓ, അത് നല്ലൊരു ഐഡിയ ആണ്. നീ ചെയ്തോ. ആ അമ്മേ. ഓക്കെ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓൾ ദി ബെസ്റ്റ്. അമ്മേ. ഓ, ഇന്നില്ല, അടുത്ത തിങ്കളാഴ്ച പോരെ. എടി, അത് ഭിക്ഷക്കാരനല്ല, നമ്മുടെ മോനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, വിളിക്കുന്നത് അങ്ങനെയാ. എന്താ വിളി? You've heard a lot you've never seen. Mother Earth, Mother Mary, rise to the top. Divine feminine, I'm feminine. ഐശ്വരി, നീ എന്തിനാടാ വിളിച്ചേ? ഇന്നലെ എന്റെ കൂട്ടുകാരന്റെ കല്യാണമായിരുന്നു. ചെന്നപ്പോൾ എല്ലാരും ചോദിച്ചു കല്യാണം ഒന്നും കഴിക്കുന്നില്ലേന്ന്. അതുകൊണ്ട് ഓ, മോൻ പറഞ്ഞു വരുന്ന വഴി എനിക്ക് മനസ്സിലായി. ഇപ്പൊ കല്യാണം വേണമായിരിക്കും അല്ലേ? ആദ്യം നീ വയസ്സിനൊത്ത പക്വത കാണിക്ക, എന്നിട്ട് കെട്ടിക്കണോ വേണ്ടോന്ന് ഞങ്ങൾ ആലോചിക്കാം. എന്റെ പൊന്നോ, എന്നെയല്ല, പിന്നെ ആരുടെയാ? ചേട്ടനെയാ. എന്ന കാര്യം ഞാനും ആലോചിച്ചിരുന്നു. അവന് വയസ്സ് എത്രയെന്ന് വെച്ചാ. അവന്റെ കല്യാണം കാണാൻ നിങ്ങക്ക് ആഗ്രഹമൊന്നുമില്ലേ മനുഷ്യ? അതിനിപ്പൊ ഞാൻ എന്നാ ചെയ്യാനാ? എല്ലാം ഞാൻ ചെയ്തോളാം. അവനെവിടെയാ? എടാ, ഓഫീസിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. താഴോട്ട് വരില്ലോ.